ഉപേക്ഷിച്ചാലുപേക്ഷിക്കാതെ മാധ്യസ്ഥം നൽകിടുവാനാ കോട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ അർത്ഥന. ദൈവമക്കളെ, ലോക ചരിത്രമൊക്കെ നോക്കിയാൽ ഹിറ്റ്ലറിൻ്റെ കഥയോ അല്ലെങ്കിൽ മുസോളിനിയുടെ കഥയോ അലക്സാണ്ടറിൻ്റെ കഥയോ ബ്രിട്ടീഷ് രാജ്യത്തിൻ്റെ കഥയോ ഒക്കെ നമ്മളൊന്ന് ധ്യാനിച്ച് നോക്കിയാൽ അധികാരഭ്രമം, ഒരുപാട് വലിയവരെന്ന് കരുതിയവർ തലകുത്തി വീണത് ഈ അധികാരഭ്രമത്തിലാണ്. പക്ഷേ ഒരു ബലഹീനതയാണ് ഈ അധികാരമെന്ന് ഒക്കെ നമുക്ക് ധ്യാനിച്ചെടുക്കാൻ പറ്റും. നമ്മൾക്ക് വലിയവരാകാൻ നോക്കുക. ഈശോ രഹസ്യം പറഞ്ഞു തന്നിട്ട് നമ്മൾ കേട്ടിട്ടും കേൾക്കാതെ നടക്കുക. ചെറിയവനാകുന്നവനാണ് വലിയവൻ, കാല് കഴുകുന്നവനാണ് വലിയവൻ, യജമാനൻ എന്നൊക്കെ പഠിപ്പിച്ചു തരുന്ന ഈശോയെ നമ്മൾ വല്ലാതെ മറന്നു കളയുകയാണ്. ലോകം പറഞ്ഞു തരുന്ന ഒരു രഹസ്യത, നീ ഉയരണം കേട്ടോ, എല്ലാവരെയും നിന്റെ കാൽച്ചുവട്ടിലാക്കണം. കാൽച്ചുവട്ടിലാക്കുന്നവനല്ല, എല്ലാവരെയും ചേർത്ത് പിടിച്ച് തോളിൽ കൈയിടുന്നവനാണ് ജീവിതത്തിൽ വിജയിക്കുന്നത്. ഏകാധിപതിയല്ല. മേശയുടെ നടുവിലിരുന്ന് അപ്പം മുറിച്ചിട്ട് തൻ്റെ ശരീരമാണ് രക്തമാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നവനല്ലേ ജീവിതത്തിൽ ഏറ്റവും ഉയർന്നത്. അധികാര മത്സരങ്ങളിലൊക്കെ പെട്ടുപോയിട്ട് എത്രയും ജീവിതങ്ങളാണ് പോയേക്കുന്നത്. മനുഷ്യ ഭ്രാന്താണ് വാസ്തവത്തിൽ, അധികാരത്തിൻ്റെ ഭ്രാന്ത്. ഇന്ന് ഈശോയുടെ രണ്ടാമത്തെ പ്രലോഭനത്തെ നമ്മൾ ധ്യാനിക്കുക. തിരുവചനം പറയുകയാണ്, പിശാച് അവനൊരു ഉയർന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി. നമ്മൾ ഉയർന്ന സ്ഥലത്തേക്ക്, താഴ്ന്ന സ്ഥലത്തേക്കൊക്കെ യാത്ര ചെയ്തു തുടങ്ങും. നമ്മൾക്ക് ജീവിത നിലത്തിൽ ഏറ്റവും ഉയർന്നതിൽ കയറിയിരിക്കുക, അതിൽ താഴ്ന്നതിലൊന്ന് ഇരുന്ന് നോക്കിയേ. ഒന്നാമതെ പോയി ഇരിക്കാതെ അവസാനത്തെ എടുത്ത് പോയൊന്ന് ഇരുന്ന് നോക്കിയേ. എല്ലാവരാലും അറിയപ്പെട്ടല്ല, ആരാലും അറിയപ്പെടാതൊക്കെ ഒന്ന് ഇരിക്കാൻ ശ്രമിച്ചു നോക്കിയേ. വല്ലാത്ത പ്രലോഭനമാകട്ടോ. നമ്മളൊക്കെ നമ്മളെ തന്നെ കാണിക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിക്കുന്നവരല്ലേ. ഒരു എക്സിബിഷനിസം നമ്മളിൽ വല്ലാതില്ലേ. എന്നെ എല്ലാവരും ശ്രദ്ധിക്കണം, എന്നെ എല്ലാവരും കാണണം, എന്നെ മാത്രമേ കാണാവൂ. അതേപോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു പുതിയ ആത്മീയ രഹസ്യം. അടുക്കളയിൽ ഒളിഞ്ഞിരിക്കുന്ന അമ്മ ആണ് വീടിൻ്റെ വിളക്ക് എന്നൊക്കെ പറയുമ്പം ഏതാണ്ട് ഈ രഹസ്യം പിടികിട്ടും. ഒരിക്കലും വെളിയിലേക്ക് വന്നിട്ടില്ലാത്ത, ചുറ്റുപാടുമുള്ളവരോട് ഒരിക്കലും സംസാരിച്ചിട്ടില്ലാത്ത, സംസാരിക്കാൻ അറിയാത്ത ആ അമ്മ. പലരും പറയും, അച്ഛൻ അമ്മയൊന്ന് കണ്ടാക്കൊള്ളാം. അമ്മയെ കാണാൻ. എൻ്റെ അമ്മ അത്ര വലിയ ഫേമസ് ആയിട്ടുള്ള ആളൊന്നുമല്ല. പക്ഷെ പലരും എന്നോട് ചോദിച്ചു, അമ്മയെ ഒന്ന് കൊണ്ടുവരുമോ, അമ്മയെ ഒന്ന് കാണിച്ചു തരുമോ. അതുപോലെ ഈ പിന്നാമ്പുറങ്ങളിലേക്ക് മാറിയിരിക്കുമ്പോൾ ഒരു മഹത്വമുണ്ട്, ഒരു പ്രകാശമുണ്ട് എന്നൊക്കെ നമുക്കൊന്ന് ധ്യാനിച്ചെടുക്കാൻ പറ്റിയല്ലേ. ഇത് ഉയർന്ന മലയിലേക്ക് പിശാച് കൊണ്ടുപോകുക. ഭൂമിയിലെ സകല രാജ്യങ്ങളും ക്ഷണനേരം കൊണ്ട് എല്ലാം കാണിച്ചോളൂ, ഇതെല്ലാം നിനക്ക് തരാം. പിശാച് അവനോട് പറഞ്ഞു, ഇവയുടെ മേലെല്ലാം അധികാരവും മഹത്വവും നിനക്ക് ഞാൻ തരാം. വല്ലാത്തൊരു പ്രലോഭനമാകട്ടോ. ഇത് പിശാചിൻ്റെ മലയുടെ കഥയാണ് നമ്മളിത് കേൾക്കുന്നത്. ദൈവത്തിൻ്റെ മലയുടെ കഥ പിന്നീട് നമ്മൾ തിരുവചനത്തിൽ കാണും. ഈശോയുടെ രൂപാന്തരീകരണത്തിൻ്റെ താബോർ മലയും ഈശോയുടെ കുരിശുമരണത്തിൻ്റെ കാൽവരി മലയും ഒക്കെ പിന്നീട് നമ്മൾ, അത് ഈശോ മലകളാണ്. ഇത് പിശാചി മലയാണ്. പിശാചി മല അധികാരമൊക്കെ തരുമ്പോൾ, ലോകത്തിൻ്റെ മഹത്വമൊക്കെ തരുമ്പോൾ, ആരും കണ്ടിട്ടില്ലാത്ത സ്വർഗം കാണിച്ചു തരുന്ന ഇടമായിട്ട് താബോർ മലയും കാൽവരി മലയും ഒക്കെ മാറുന്ന. കാൽവരി മലയിൽ നിന്ന് അധികം ദൂരം സ്വർഗത്തിലേക്കില്ല. അതുകൊണ്ടല്ലേ ഈശോ കാൽവരി മലയുടെ മുകളിലിരുന്ന് അപ്പാ എന്നൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് നമ്മൾ കേൾക്കുന്നത്. ഇത് നമുക്ക് തിരിച്ച് പിശാചിൻ്റെ മലയിലൊന്ന് വന്നു നോക്കാം. അവൻ പറഞ്ഞു, നിനക്ക് ഇതെല്ലാം ഞാൻ തരാം, ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, എനിക്കിഷ്ടമുള്ളവർക്ക് അവൻ ഇത് കൊടുക്കുന്നു. അവൻ എന്നെങ്കിലും ആർക്കെങ്കിലും നിത്യമായിട്ട് ഒരു മഹത്വം കൊടുത്തായിട്ട് നിങ്ങൾക്കറിയാവോ? അവൻ ആർക്കെങ്കിലും നിത്യമായിട്ട് ഒരു ഉയർച്ച കൊടുത്തതായിട്ട് കണ്ടിട്ടുണ്ടോ? അലക്സാണ്ടർ ചക്രവർത്തിയും വീണു, നെപ്പോളിയനും വീണു, ഹിറ്റ്ലറും വീണു, ഒക്കെ എല്ലാവരും വീണു. പക്ഷേ കുരിശിൽ 33-ാം വയസ്സിൽ നഗ്നനായി വീണവൻ, അവൻ ഇതുവരെ വീണിട്ടില്ല. അവൻ മാത്രം ഉയർത്തുവെന്ന് തിരുവചനത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. യേശു മറുപടി പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ നീ ആരാധിക്കണം, അവനെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ദൈവത്തെ ആരാധിക്കുന്നവർ നിലംപറ്റെ കമിഴ്ന്നു വീഴുന്നവരാകും. ഓ ദൈവമേ,
എളിമയുടെ രഹസ്യം ഞങ്ങളെ പഠിപ്പിക്കണമേ. വിനയത്തിൻ്റെ ഭാഷ ഞങ്ങൾക്ക് നൽകണമേ. ഈശോയെ, വിധേയത്വത്തിൻ്റെ അനുഭവങ്ങളിലേക്ക് ഞങ്ങൾ നയിക്കണമേ. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈശോയെ, അധികാരഭ്രമമല്ല, അധികാരം ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ളതാണ് എന്ന് ഞങ്ങളെ അങ്ങ് പഠിപ്പിച്ചു തരണമേ. സ്വർഗം തുറക്കണമേ. കുടുംബങ്ങളെ, രാജ്യങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടെ കർത്താവ്. രാഷ്ട്ര തലവന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഭരണാധികാരികൾ അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവെ. ഞങ്ങളുടെ ഹൃദയങ്ങളിലും എളിമയുടെ രാജ്യം സ്ഥാപിക്കണമേ. കാല് കഴുകുന്ന രാജ്യം, അവസാനത്തെ അടുത്ത് പോയി ഇരിക്കുന്ന ഒരു രാജ്യം ഞങ്ങൾക്ക് നൽകണമേ. സ്വർഗരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ, എളിമയുടെ രഹസ്യങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി. പാപിയാമിൻ അർത്ഥനകൾ ഉപേക്ഷിച്ചാലുപേക്ഷിക്കാതെ